കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബം അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തി. നിതിന്റെ അച്ഛനും സഹോദരി ഭർത്താവുമാണ് കോളേജിലെത്തിയത്. നിതിൻ താമസിച്ച ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ കാണാനാണ് എത്തിയത്. എന്നാൽ കോളേജിലെത്തിയ കുടുംബം വികാരാധീനനാവുകയും പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങുകയും ചെയ്യുകയായിരുന്നു. മകനെ കൊന്നവരെ കാണേണ്ട എന്നായിരുന്നു നിതിന്റെ അച്ഛന്റെ പ്രതികരണം. നിതിനെ കൊന്നതാണെന്നും അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും നിതിന്റെ അച്ഛൻ പറഞ്ഞു. എല്ലാവരും കൂടെ ഉപദ്രവിച്ച് കൊന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ കണ്ടാ കുത്തിക്കൊല്ലോ, എന്റെ മോനെ കൊന്നോനാ, അവനെ എല്ലാണ്ണത്തിന് അവനെ ആരെ കാണണം? പ്രിൻസിപ്പലിനെയാണോ അല്ലെ മറ്റേ റാമിനെയാണോ? രാമൻ, വാർഡൻ, പ്രിൻസിപ്പൽ, ശ്രീലേഖ എല്ലാണ്ണോ അത് പ്രതികളാണെന്ന് ഇതുവരെയും അറിഞ്ഞൂടെ? അയ്യോ, എല്ലാ പ്രതികളാണ്, എല്ലാം കൂടെ ടോർച്ചർ ചെയ്ത് അവരെ കൊന്നില്ല. ലോൺ ആപ്പിന്റെ പേരിൽ നിതിനെതിരെ പരാതി നൽകിയ ലത അടക്കമുള്ള അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് നിതിന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിനെ വലിയ തോതിൽ മാനസിക പീഡനം ഏൽപ്പിച്ചു. ഡോക്ടർ റാമും സംഗീതയും ഒരുപോലെ കുറ്റക്കാരാണ്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന വിചാരണയുടെ ഭാഗമായാണ് നിതിൻ ആത്മഹത്യ ചെയ്തത്. ലോൺ ആപ്പിന്റെ പേരിൽ നിതിനെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ലോൺ ആപ്പിന്റെ ഉടമകളെ പോലീസ് പിടിച്ചിട്ടില്ലെന്നും ജാതി അധിക്ഷേപം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സഹോദരി ഭർത്താവ് പറഞ്ഞു.